ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്. നമ്മുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് പ്രശസ്തനായ പി ബി ഷെല്ലിയുടെ വരികൾ കൊണ്ട് തന്നെയാകാം. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പാടിയിരിക്കുന്നു, "If winter comes, can spring be far behind?" എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഒരു മഞ്ഞുകാലം വന്നാൽ തീർച്ചയായിട്ടും പിറകെ വസന്തമുണ്ടാകും. COVID-19 കാരണം നമ്മളെല്ലാവരും വിഷമിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. അല്ലെ, തീർച്ചയായിട്ടും നമുക്കെല്ലാം നമ്മുടെ നല്ല കാലം തിരികെ കിട്ടും. ഈ ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പി ബി ഷെല്ലിയുടെ വരികൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. "If winter comes, can spring be far behind?" എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കതിലെ രണ്ട് വാക്കുകൾ അത് മാത്രം ഇങ്ങനെ എടുക്കാം. ഏതൊക്കെയാണ്? സ്പ്രിംഗ് ആൻഡ് വിന്റർ. സ്പ്രിംഗ് എന്ന വാക്കും വിന്റർ എന്ന വാക്കും നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എന്താണ് ഈ വാക്കുകളുടെ പ്രത്യേകത? ഈ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഈ രണ്ട് വാക്കുകളും സീസൺസിന്റെ പേരുകളാണ്, അല്ലെ? നെയിംസ് ഓഫ് സീസൺസ് ആണ്. ഇപ്പൊ രണ്ട് സീസൺസ് ആണ് ഈ രണ്ട് വാക്കുകൾ. അപ്പോൾ ആകെ എത്ര സീസൺസ് ആണുള്ളത്? നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ 6 സീസൺസ് കണക്കാക്കാറുണ്ട്. എന്നാൽ ലോകത്ത് പൊതുവെ 4 സീസൺസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഈ സീസൺസ്? ഈ സീസൺസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച സോങ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന കവിത ഒന്ന് നോക്കുകയാണ്. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? ലെബനീസ് പോയറ്റും ഫിലോസഫറുമായ ഖലീൽ ജിബ്രാനാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വരികളൊന്ന് നോക്കാം. "I am the daughter of the elements, with whom winter conceived, to whom spring gave birth, and I was reared in the lap of summer, and I slept in the bed of autumn." അപ്പോ എല്ലാ സീസൺസും അദ്ദേഹം കൃത്യമായിട്ട് ഈ വരികളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെ? വിന്റർ, സ്പ്രിംഗ്, സമ്മർ ആൻഡ് ഓട്ടം. അപ്പൊ 4 സീസൺസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇവിടെ പറയുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു നമ്മുടെ 10ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന 1ാമത്തെ യൂണിറ്റിലെ ഒരേ ഒരു കവിതയാണ്. ഈ കവിതയുടെ പേര് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഈ കവിത എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, മറ്റൊരു ലോക പ്രശസ്തനായ അതുപോലെ ഇംഗ്ലീഷ് കവി വില്യം വേർഡ്സ്വർത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കവിത പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീസൺസിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോ വില്യം വേർഡ്സ്വർത്തിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പി ബി ഷെല്ലി, ഏതാണ്ട് പി ബി ഷെല്ലിയുടെ സമകാലീനരായിരുന്നു വില്യം വേർഡ്സ്വർത്ത്. അതുപോലെ അതേ സമയത്ത് ജീവിച്ചിരുന്ന മറ്റ് കവികൾ, വളരെ പ്രശസ്തരായിട്ടുള്ള മറ്റ് കവികളുണ്ട്. നമുക്ക് നോക്കാം. ജോൺ കീറ്റ്സ്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ഇവരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. നമുക്കിവിടെ വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയിലേക്ക് വരാം. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദ പോയറ്റ് ഓഫ് നേച്ചർ, അതുപോലെ ദ ഹൈ പ്രീസ്റ്റ് ഓഫ് നേച്ചർ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും പ്രകൃതി വിഷയങ്ങൾ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈൻസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന കവിതയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഏർലി സ്പ്രിംഗ് ആ സീസൺ, നമ്മൾ ആ സീസണിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മറ്റ് സീസണുകളെ കൂടി പറഞ്ഞത്, അല്ലെ? വിന്റർ സീസൺ നമുക്ക് മോശമായിട്ടുള്ള സമയങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കൊറോണയുടെ ഈ COVID-19 കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വേണ്ടി വിന്റർ സീസണെ ഒന്ന് കമ്പയർ ചെയ്തത്. ഇവിടെ നമ്മുടെ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന സീസൺ ആണ് വില്യം വേർഡ്സ്വർത്ത് എടുത്തിരിക്കുന്നത്, അല്ലെ? വളരെ സന്തോഷം നിറഞ്ഞ കാലഘട്ടം ഏർലി സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വിന്റർ മോശ സമയത്തെ കാണിക്കുന്നുവെങ്കിൽ വിന്റർ തണുപ്പ്, മഞ്ഞുകാലം അത് മോശ സമയം, അതുപോലെ ഡെത്ത്, ലൈഫ്ലെസ്നെസ്, ജീവനില്ലാത്ത അവസ്ഥ ഇതിനെയൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെ? അതേസമയം സ്പ്രിംഗ് എന്ന് പറയുന്നത് പുതുജീവനെ കാണിക്കുന്നതാണ്. ഏർലി സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും, അല്ലെ, ധാരാളം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് ആ ഒരു ചിത്രമാണ്. അപ്പൊ ആ ഒരു സമയത്തെ എടുത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുന്ന കവിത, അങ്ങനെയുള്ള ഒരു കവിതയാണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിന്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം. ആദ്യം ഞാൻ ഈ കവിത ഒന്ന് വായിക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ വരികളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ വരികൾ കൊടുക്കും, നമ്മുടെ ബോർഡിൽ വരികൾ കാണിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന്
ഒപ്പം തന്നെ വായിച്ചു നോക്കുക. Lines written in early spring. I heard 1,000 blended notes, while in a groove I sate reclined. In that sweet mood, when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Through primrose tufts in that green bower, the periwinkle trailed its wreaths, and 'tis my faith that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കവിതയുടെ വരികൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഓരോ സ്റ്റാൻസയും എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പൊ എന്താണ് സ്റ്റാൻസ? അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. കവിതയിൽ ഓരോ പാരഗ്രാഫിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻസ. അപ്പോൾ മറക്കരുത്, കവിതയിൽ ഓരോ പാരഗ്രാഫിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻസ. അപ്പോൾ ഈ കവിതയിൽ എത്ര സ്റ്റാൻസകളാണുള്ളത്? ഈ കവിതയിൽ 6 സ്റ്റാൻസകളാണ്. ഈ കവിതയിൽ 6 സ്റ്റാൻസസ് ഉണ്ട്. 6 സ്റ്റാൻസകളാണ് ലൈൻസ് റിട്ടൺ ഇൻ മാർച്ച് എന്ന് പറയുന്ന കവിതയിലുള്ളത്. നമ്മളതിൽ ഓരോ സ്റ്റാൻസയും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. I heard 1,000 blended notes, while in a groove I sate reclined. എന്താണ് കവി പറയുന്നത്? I heard 1,000 blended notes. കവി പറയുന്നു I heard, അദ്ദേഹം കേട്ടു എന്ന്, ഞാൻ കേട്ടു എന്ന് കവി പറയുകയാണ്. അദ്ദേഹം കേട്ടു 1,000, 1,000 blended notes. എന്താണ് അദ്ദേഹം കേട്ടത്? ബ്ലെൻഡിഡ് നോട്ട്സ് ആണ്, മിക്സ്ഡ് നോട്ട്സ് ആണ്. മീൻസ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നോട്ട്സ് നമുക്കറിയാം സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോട്ട്സ് അല്ലേ. പലതരത്തിലുള്ള സംഗീതാത്മകമായിട്ടുള്ള സ്വരങ്ങൾ കേട്ടു എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ബ്ലെൻഡിഡ് ആണ്. എങ്ങനെയാണ്? കൂടിക്കലർന്നാണ്, മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആയിരക്കണക്കിന് എന്താണ് മധുരമായിട്ടുള്ള സ്വരങ്ങൾ കൂടിക്കലർന്ന് വരികയാണ്. അത് കവി കേട്ടു എന്നാണ് കവി പറയുന്നത്. എപ്പോഴാണ്? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സൈറ്റ് റിക്ലൈൻഡ്. കവി ഒരു ഗ്രൂവിൽ സൈറ്റ് റിക്ലൈൻഡ് ചെയ്യുമ്പോഴാണ് അത് കേട്ടത്. അപ്പോൾ ഇന്ന ഗ്രൂവ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ധാരാളം മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഗ്രൂവ് എന്ന് വിളിക്കുന്നത്. അത് കാവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തോപ്പെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ധാരാളം മരങ്ങളുണ്ട്. ഒരു തോപ്പിൽ കവി എന്ത് ചെയ്യുന്നു? സൈറ്റ് റിക്ലൈൻഡ്. അവിടെ സൈറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ നോട്ട് ചെയ്യണം. സൈറ്റ് മീൻസ് പഴയ കാലത്ത് സാറ്റിന് പകരം സിറ്റ് എന്നുള്ള വാക്ക്, വെർബ്, അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള സാറ്റിന് പകരം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വേർഡാണ് സൈറ്റ്. അപ്പോൾ കവി പറയുന്നത് ഇതാണ്, ഐ സൈറ്റ്, ഞാൻ ഇരുന്നു. എങ്ങനെയാണ്? റിക്ലൈൻഡ് ആയിട്ടിരുന്നു. റിക്ലൈൻഡ് മീൻസ് റിലാക്സ്ഡ്. അപ്പോൾ കവി ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ചാഞ്ഞ് സുഖകരമായിട്ടിരിക്കുകയാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്, അല്ല, റിലാക്സ്ഡ് ആയിട്ട് ചാഞ്ഞും ചരിഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ. അപ്പോൾ കവി ഇങ്ങനെ ചാഞ്ഞ് സുഖകരമായിട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണ്. വൈൽ ഇൻ എ ഗ്രൂവ് ഐ സൈറ്റ് റിക്ലൈൻഡ് അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ, വൈൽ വെൻ ദ പോയിറ്റ് വാസ് സിറ്റിംഗ് റിലാക്സ്ഡ് ഇൻ എ ഗ്രൂവ്. അപ്പോൾ ഒരു തോപ്പിൽ കവി എങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ 1000 ബ്ലെൻഡിഡ് നോട്ട്സ് കവി കേൾക്കുന്നത്. ആയിരക്കണക്കിന് മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ കവി കേൾക്കുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തായിരിക്കാം ആ ശബ്ദങ്ങൾ? ആ ശബ്ദങ്ങൾ തീർച്ചയായിട്ടും അവിടെ ധാരാളം കിളികൾ കാണാം, മറ്റ് ജീവജാലങ്ങൾ കാണാം, അതുപോലെ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാം കവി. അതുപോലെ തന്നെ ദലമർമരം, ഇലകളൊക്കെ ചെറുതായിട്ട് അനങ്ങുന്നതിൻ്റെ സൗണ്ട് കവി കേട്ടിരിക്കാം. അപ്പം അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ആസ്വദിച്ച് കവി അവിടെ ഇരിക്കുന്നു.
അപ്പോൾ കവി പറയുകയാണ്, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ആ സ്വീറ്റ് മൂഡിൽ, ആ മധുരതരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ആ ഒരു മൂഡിൽ, മാനസികാവസ്ഥയിൽ അങ്ങനെ കവി ഇരിക്കുമ്പോൾ വെൻ പ്ലസൻറ്റ് തോട്ട്സ്, പ്ലസൻ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള തോട്ട്സ്, ചിന്തകൾ അല്ലേ, സന്തോഷം നിറഞ്ഞ ചിന്തകൾ, അങ്ങനെ സന്തോഷം നിറഞ്ഞ ചിന്തകളുമായിട്ട് ഇരിക്കേണ്ട ആ സമയത്ത് ആ സന്തോഷം നിറഞ്ഞ ചിന്തകൾ എന്താണ് നോക്കിയാൽ, ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്, കവിയുടെ മനസ്സിലേക്ക് സാഡ് തോട്ട്സിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അത്രയും സുഖമുള്ളൊരു അന്തരീക്ഷമാണ്, ഒരു ചുറ്റുപാടാണ്. ആ ചുറ്റുപാടിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ട കവിയാണ്. എന്നാൽ ആ സന്തോഷമുള്ള ചിന്തകൾ, സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് ദുഃഖകരമായിട്ടുള്ള സാഡായിട്ടുള്ള തോട്ട്സ് കൂടെ കടന്നു വരുന്നു. അപ്പോൾ ബ്രിങ് ചെയ്യുക എന്താണ്, കൊണ്ടുവരികയാണ്. പ്ലസൻറ്റ് തോട്ട്സ്, സന്തോഷം നിറഞ്ഞ ഹാപ്പി ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്നു. സാഡ് തോട്ട്സ്, ദുഃഖം നിറഞ്ഞ ചിന്തകളെ ടു ദ മൈൻഡ്, കവിയുടെ മനസ്സിലേക്ക്. അപ്പോൾ ഇതാണ് കവി ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. എന്താണ് കവി പറയുന്നത്? ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. അപ്പോൾ പ്രകൃതിയെ പറ്റിയാണ് കവി പറയുന്നത് അല്ലേ, നേച്ചറിനെ പറ്റിയാണ് കവി പറയുന്നത്. നേച്ചർ എന്ത് ചെയ്തു എന്നാണ് കവി പറയുന്നത്? നേച്ചർ ലിങ്ക്. അപ്പോൾ നേച്ചർ ലിങ്ക് ചെയ്തു എന്നുള്ള കാര്യമാണ് കവി ഇവിടെ പറയുന്നത് അല്ലേ. ഡിഡ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നേച്ചർ ലിങ്ക്ഡ് എന്നാണ് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രകൃതി ലിങ്ക് ചെയ്തിരുന്നു എന്നാണ്. ലിങ്ക് ചെയ്തിരുന്നു, കണക്ട് ചെയ്തിരുന്നു. ടു ഹെർ ഫെയർ വർക്ക്സ് അല്ലേ, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, മനോഹരങ്ങളായിട്ടുള്ള വർക്ക്സിനോട്, സൃഷ്ടികളോട്. അപ്പോൾ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള സൃഷ്ടികളാണ് ചുറ്റുപാടും ഉണ്ടായിരുന്നത് അല്ലേ. നല്ല നല്ല മരങ്ങൾ, നല്ല നല്ല ജീവജാലങ്ങൾ, പക്ഷികൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയോടൊക്കെ തന്നെ പ്രകൃതി ലിങ്ക് ചെയ്തിരുന്നു, കണക്ട് ചെയ്തിരുന്നു. എന്തിനെയാണ്? ദ ഹ്യൂമൻ സോൾ, മനുഷ്യ ആത്മാവിനെ അല്ലേ. ഹ്യൂമൻ മനുഷ്യനാണ്, സോള് ആത്മാവാണ്. അപ്പോൾ ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, കവിയുടെ ഉള്ളിലൂടെ ഓടിയിരുന്ന, കവിയുടെ ഉള്ളിലുണ്ടായിരുന്ന, റണ്ണിൻ്റെ പാസ്റ്റായ റാൻ അല്ലേ, കവിയുടെ ഉള്ളിലൂടെ ഓടിയിരുന്ന അല്ലെ, കവിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ മനുഷ്യാത്മാവിനെ എന്ത് ചെയ്തു? പ്രകൃതി അവളുടെ മനോഹരമായ സൃഷ്ടികളുമായിട്ട് കണക്ട് ചെയ്തു, കൊരുത്തു. എന്ന് പറഞ്ഞാൽ കവിക്ക് ഒരു ആത്മബന്ധം തോന്നി. എന്തിനോട്? ചുറ്റുപാടിനോട്. ആ ചുറ്റുമുള്ള പ്രകൃതിയോട് കവിക്ക് ആ സമയം ഒരു ആത്മബന്ധം തോന്നുകയാണ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ അങ്ങനെയൊക്കെ കവിക്ക് തോന്നിയ ആ ഒരു നിമിഷം കവിക്ക് പെട്ടെന്ന് ഒരു കാര്യം കൂടെ തോന്നുന്നു. എന്താണ്? ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് എന്നാണ് കവി പറയുന്നത്. എന്നെ അത് വളരെയധികം വേദനിപ്പിച്ചു. എന്തുവാ? ടു തിങ്ക്, ചിന്തിച്ചപ്പോൾ അല്ലേ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ഈ കാണിക്കുന്നത്, അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് കവിക്ക് വിഷമം തോന്നുന്നത്. അപ്പോൾ കവിയുടെ വിഷമത്തിൻ്റെ കാരണം ഫസ്റ്റ് സ്റ്റാൻസയിലും പറഞ്ഞ ആ വിഷമത്തിൻ്റെ കാരണം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അതായത് കവി പറയുന്നു, കവിക്ക് എന്താണ്, തൻ്റെ ചുറ്റുപാടിനോട് ഒരു ബന്ധം തോന്നുകയാണ്. കവിയുടെ ഉള്ളിലുള്ള ആത്മാവ് ചുറ്റുപാടിലുള്ള മറ്റ് ജീവജാലങ്ങളോടും മറ്റ് മരങ്ങളോടും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, ചെടികളോടും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കവിക്ക് തോന്നുകയാണ്. ആ നിമിഷം തന്നെ, ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ തന്നെ കവിക്ക് വിഷമം തോന്നുന്നു. എന്താണ്? മനുഷ്യനോട് എന്താണ് കാണിക്കുന്നത് എന്നതിനെ പറ്റി ഓർക്കുമ്പോൾ അല്ലേ. മറ്റ് ജീവജാലങ്ങളെല്ലാം എന്താണ്, പരസ്പര ഐക്യത്തോടുകൂടി ഈ ഒരു സത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം എന്താണ്, സെൽഫിഷ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? പരസ്പരം ഉപദ്രവിക്കുന്നു. ഇപ്പം മനുഷ്യനോട് കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്ത് എല്ലാവരും പാടി നടന്നൊരു കവിതയാണ് അല്ലേ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിതയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. കാരണം എന്താണ്? നമ്മുടെ പ്രവൃത്തി കാരണം നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം കൂടെ നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ട്. കവി അത് അന്നേ പറഞ്ഞു വെച്ചതാണ് അല്ലേ. കവി ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം 1770 1850 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം അന്നേ പറഞ്ഞു ഈ ഒരു കാര്യത്തെപ്പറ്റി, നമ്മുടെ പ്രവൃത്തി നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന്. കാരണം മനുഷ്യനെയും ദ്രോഹിക്കുന്നു, പ്രകൃതിയെയും ദ്രോഹിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ത്രൂ പ്രിംറോസ് ടഫ്റ്റ്സ് ഇൻ ദർ ഗ്രീൻ ബവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. പ്രിംറോസ് ടഫ്റ്റ്സ്, പ്രിംറോസിൻ്റെ ടഫ്റ്റ്സിലൂടെ, ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ്, ക്ലസ്റ്റർ എന്നാണ്. ധാരാളം പ്രിംറോസ് വളർന്നു നിൽക്കുന്നു. അപ്പോൾ പ്രിംറോസ് എന്താണ്? അതൊരു ചെടിയാണ്.
അതിന് നമുക്ക് പടം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ബവറിൽ, ഇൻ ദാറ്റ് ഗ്രീൻ ബവർ, കവി ഒരു ഗ്രീൻ ബവറിനടുത്താണ് അല്ലെങ്കിൽ ഗ്രീൻ ബവറിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഗ്രീൻ ബവർ? ഗ്രീൻ ബവർ മീൻസ് വള്ളിക്കുടിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ധാരാളം ചെടികളും അതുപോലെ വള്ളികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് കവി ഇരിക്കുന്നത്. ആ ഗ്രീൻ ബവറിൽ എന്ത് ചെയ്യുന്നു? പ്രിംറോസിൻ്റെ ടഫ്സിലൂടെ, പ്രിംറോസിൻ്റെ ക്ലസ്റ്ററിലൂടെ ധാരാളം ഗ്രൂപ്പായിട്ട് പ്രിംറോസ് വളർന്നു നിൽക്കുന്നു. അതിനിടയിലൂടെ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീറ്റ്സ്. പെരിവിങ്കിൾ എന്ത് ചെയ്യുന്നു? പെരിവിങ്കിൾ മറ്റൊരു ചെടിയാണ്. അതിൻ്റെ പടം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീറ്റ്സ്, ട്രെയിൽ ചെയ്യുന്നു, അത് തേടിപ്പോകുന്നു അതിൻ്റെ റീറ്റ്സ്. റീറ്റ്സ് എന്താണ്? അതിൻ്റെ ചുറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെരിവിങ്കിൾ എന്ന് പറയുന്ന ചെടി ഇങ്ങനെ ചുറ്റി ചുറ്റി കയറി പോകുന്നു. അവിടെ പ്രിംറോസ് ഉണ്ട്. പ്രിംറോസ് എന്ന് പറയുന്ന ചെടികൾ ധാരാളം വളർന്നു നിൽക്കുന്നു. അതിനിടയിലൂടെ എന്ത് ചെയ്യുന്നു? പെരിവിങ്കിൾ ചുറ്റി കയറി പോകുന്നു. അതാണ് റീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ മരണ വീടുകളിലൊക്കെ റീത്ത് വെക്കുക എന്ന് പറയാറുണ്ടല്ലേ. റീത്ത് മീൻസ് ശരിക്കും പറഞ്ഞാൽ വൃത്തത്തിലുള്ളത്, വട്ടത്തിലുള്ളത് എന്ന് മാത്രമാണ് അതിന് അർത്ഥം വരുന്നത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പെരിവിങ്കിളിൻ്റെ ആ വള്ളി ചുറ്റി കയറുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിൽ ചെയ്യുന്നു കേട്ടോ, അതിൻ്റെ വഴിയേ പോകുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്. എന്നിട്ട് കവി പറയുകയാണ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് എന്നാണ് അവിടെ കിടക്കുന്നത്. ടിസ് മീൻസ് ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസമാണത്. എന്താണ്? ദാറ്റ് എവറി ഫ്ലവർ, ഓരോ പൂവും എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്, അത് ശ്വസിക്കുന്ന വായുവിനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്, കവി പറയുകയാണ് അത് ഓരോ പൂവും, അവിടെ നിൽക്കുന്ന ഓരോ പൂവും അവർ ശ്വസിക്കുന്ന വായുവിനെ ആസ്വദിക്കുന്നു അല്ലെ. അവരെല്ലാവരും ഓരോ നിമിഷവും ആസ്വദിച്ചാണ് കഴിയുന്നത് എന്ന് കവി പറയുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ സ്റ്റാൻസയിൽ. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റാൻസയിലേക്ക് വരാം. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, ദ തോട്ട്സ് ഐ കൻ നോട്ട് മെഷർ. കവി പറയുകയാണ് ദ ബേർഡ്സ് അറൗണ്ട് മീ, എൻ്റെ ചുറ്റുപാടിലുമുള്ള പക്ഷികൾ. അപ്പോൾ കവിയുടെ എറൗണ്ടായിട്ട് ചുറ്റുപാടും ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുകയായിരുന്നു? ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, അവർ ഹോപ്പ് ചെയ്തു, പ്ലേ ചെയ്തു അല്ലേ. ഹോപ്പ് ചെയ്യുക എന്താണ്? തത്തി കളിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ തത്തി ചാടി ചാടി പോകുന്നു, കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ തത്തി ചാടി പോകുന്നു. അപ്പോൾ ആ കിളികൾ തത്തിക്കളിച്ചു, ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, അവർ ചാടി ചാടി പ്ലേ ചെയ്തു, കളിച്ചു അല്ലേ, കവിയുടെ ചുറ്റുമുള്ള കിളികളൊക്കെ. ദെയർ തോട്ട്സ്, അവരുടെ ചിന്തകൾ, കവി പറയുകയാണ് ദെയർ തോട്ട്സ്, അവരുടെ ചിന്തകൾ ഐ കനോട്ട് മെഷർ, എനിക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്ന്, എനിക്ക് അളക്കാൻ സാധിക്കില്ല. അതായത് കവിക്ക് അറിയാൻ സാധിക്കില്ല അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന്. ആ കിളികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, അവരുടെ ചിന്തകൾ എന്താണെന്ന് കവിക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. കവി പറയുകയാണ് എന്നാൽ ദ ലീസ്റ്റ് മോഷൻ, ഏറ്റവും കുഞ്ഞു ചലനം പോലും, വിച്ച് ദേ മെയ്ഡ്, അവർ നടത്തുന്ന, ആ പക്ഷികൾ നടത്തിയ, അതായത് ആ പക്ഷികളുടെ കുഞ്ഞു കുഞ്ഞു ചലനങ്ങൾ പോലും, ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, കവിക്ക് തോന്നിപ്പിച്ചത് എന്താണ്? അവയ്ക്കുണ്ടെന്നാണ്. എന്ത്? പ്ലഷറിൻ്റെ ത്രില്ല്, സന്തോഷത്തിൻ്റെ ഒരു ത്രില്ല് ആ പക്ഷികളൊക്കെ അനുഭവിക്കുന്നതായിട്ട് കവിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റാൻസയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റാൻസിലേക്ക് വരാം. ദ ബഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. എന്താണ് കവി പറയുന്നത്? ദ ബഡിംഗ് ട്വിഗ്സ്, ബഡിംഗ് ട്വിഗ്സ് മീൻസ് ബഡ് ചെയ്യുന്ന, മീൻസ് മുളച്ചു വരുന്ന ട്വിഗ്സ്. ട്വിഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ബ്രാഞ്ചസ് ആണ്. അപ്പോൾ കുഞ്ഞു ബ്രാഞ്ചസ്, മുളച്ചു വരുന്ന കുഞ്ഞു ചില്ലകൾ. സ്പ്രെഡ് ഔട്ട് ദ ഫാൻ, സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നു. സ്പ്രെഡ് ഔട്ട് ചെയ്യുക എന്താണ്? വിടർത്തി നിൽക്കുക. എന്ത് വിടർത്തി നിൽക്കുന്നു? അവരുടെ ഫാൻ വിടർത്തി നിൽക്കുന്നു. ഫാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഇലകളായിരിക്കും. അപ്പോൾ കുഞ്ഞു ചില്ലകൾ ഇങ്ങനെ മുളച്ചു വരുന്നു, അവർ ഫാൻ വിടർത്തി നിൽക്കുന്നു, കുഞ്ഞു കുഞ്ഞു ഇലകൾ വിടർത്തി നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. കവി പറയുകയാണ് ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ചെറിയ ബ്രീസി എയർ മീൻസ് ചെറിയ കാറ്റുള്ള, ഇളം കാറ്റുള്ള വായു. അപ്പോൾ കുഞ്ഞ് ആ വായുവിൽ ഇളം കാറ്റുണ്ട്, അതായത് ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വായുവിനെ ക്യാച്ച് ചെയ്യാൻ, പിടിക്കാനാണെന്ന് നമുക്കറിയാം.
ഇലകൾ നിൽക്കുമ്പോൾ ഇലകൾ വന്ന് വായു തട്ടിയിട്ട് ഇലകൾ അനങ്ങും അല്ലേ. അപ്പോൾ ആ കാറ്റിനെ ഇങ്ങനെ തടസ്സപ്പെടുത്തും ഇലകൾ. അപ്പോൾ അതാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത്. കവി പറയുന്ന ഇതാണ്, ആ വായുവിനെ, കാറ്റുള്ള വായുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു ഇലകൾ വിടർത്തി നിൽക്കുന്നത് എന്ന്. എന്നിട്ടോ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് there was pleasure there. എന്നിട്ട് കവി പറയുന്നു ഐ മസ്റ്റ് തിങ്ക്, ഞാൻ ചിന്തിച്ചേ മതിയാകൂ, എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുവാ? ഡു ഓൾ ഐ ക്യാൻ, എന്നെ കൊണ്ട് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നതും അത് മാത്രമാണ്. ഡു ഓൾ ഐ ക്യാൻ, ഓൾ ഐ ക്യാൻ ഡു, എന്നെ കൊണ്ട് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നതും അത് മാത്രമാണ്. എന്താണ്? ആ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ദാറ്റ് there was pleasure there, അവിടെ എന്തുണ്ട്? പ്ലഷർ ഉണ്ട് എന്നുള്ള കാര്യം. അതായത് ഇതൊക്കെ കാണുമ്പോൾ കവിക്ക് മനസ്സിലാകുന്നത് അവിടെ സന്തോഷമുണ്ട് എന്നാണ്. എന്നും അത് മാത്രമേ കവിക്ക് ചിന്തിക്കാനും സാധിക്കുന്നുള്ളൂ. മറ്റൊന്നും കവിയുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കവിക്ക് മനസ്സിലാകുന്നു അവിടെ സന്തോഷമുണ്ട് എന്ന്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് പോകാം. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ഡിസെൻഡ്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. കവി പറയുകയാണ്, ഇഫ് ദിസ് ബിലീഫ്, കവിയുടെ ഈ വിശ്വാസം, ദിസ് ബിലീഫ്, ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലെന്നാണ്. ഈ വിശ്വാസം ഫ്രം ഹെവൻ ബി സെൻഡ് ഫ്രം ഹെവൻ. കവി പറയുകയാണ് ഇത്, ഈ വിശ്വാസം ഹെവനിൽ നിന്നും അയച്ചതാണെന്നിരിക്കട്ടെ, അല്ലെ അയച്ചതാണെങ്കിൽ കവിയുടെ ഈ വിശ്വാസം എന്താണ്? ചുറ്റുപാടുമുള്ള പ്രകൃതി മുഴുവൻ അവരുടെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു. ചുറ്റുപാടുമുള്ള ജീവികൾ മുഴുവൻ അവരുടെ ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് ജീവിക്കുന്നു. ഈ ഒരു വിശ്വാസം, കവിയുടെ വിശ്വാസം സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടതാണെങ്കിൽ, ഇഫ് സച്ച് ബി, ഇനി അത്തരത്തിലുള്ളതാണെങ്കിൽ എന്ത്? നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ ദിവ്യമായ പദ്ധതി, പരിശുദ്ധമായ അല്ലെ പരിപാവനമായ ഹോളി ആയിട്ടുള്ള പദ്ധതി, പ്രകൃതിയുടെ പ്ലാനും അത് തന്നെയാണെങ്കിൽ നമ്മൾ പരസ്പരം ഇങ്ങനെ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കണം, ഇത് തന്നെയാണ് പ്രകൃതിയുടെ പ്ലാനെങ്കിൽ കവി ചോദിക്കുകയാണ്, ഹാവ് ഐ നോട്ട് റീസൺ, എനിക്ക് റീസൺ ഇല്ലേ, എനിക്ക് കാരണമില്ലേ, ടു ലമെന്റ്, വിലപിക്കാനായിട്ട്. അതായത് ഞാൻ വിലപിക്കുന്നതിന്, ഞാൻ വിഷമിക്കുന്നതിന് കാരണമില്ലേ. എന്തിനാണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് കാണിക്കുന്നത് എന്നോർത്ത് ഞാൻ വിഷമിക്കുന്നതിന് കാരണമില്ല എന്നാണ് കവി ചോദിക്കുന്നത്. കാരണം സ്വർഗത്തിൻ്റെ പദ്ധതി അല്ലെ സ്വർഗത്തിൽ നിന്നും അയക്കുന്ന ഒരു വിശ്വാസമാണ് കവിക്കുള്ളത് അല്ലേ. എന്താണ്? എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ പ്രകൃതിയുടെ പദ്ധതിയാണ് ഓരോ നിമിഷവും പരസ്പര സഹകരണത്തോടുകൂടി എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അല്ലേ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും മനുഷ്യൻ ഇങ്ങനെ പരസ്പരം എന്താണ് സെൽഫിഷായിട്ട് പരസ്പരം ക്രൂരത കാണിച്ചാൽ അറ്റാക്ക് ചെയ്ത് അല്ലെ പ്രകൃതിയും ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോൾ കവി ചോദിക്കുകയാണ്, എനിക്ക് ദുഃഖിക്കാൻ കാരണമില്ലേ എന്ന്. അതായത് അത് തന്നെ പോരെ ഞാൻ വിഷമിക്കാനായിട്ട് അല്ലെ. ഇത്രയും മനോഹരമായ പ്രകൃതിയിലിരിക്കുമ്പോഴും കവിയുടെ വിഷമം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ പ്രവൃത്തിയെ ഓർത്തിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്. ഈ കവിതയുടെ ടൈറ്റിൽ എന്താണ്? പേരെന്താണ്? ലൈൻസ് റിട്ടേണിങ് ഏർലി സ്പ്രിംഗ് എന്നാണ് അല്ലേ. അപ്പം വളരെ മനോഹരമായിട്ടുള്ള സമയമാണ് ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ധാരാളം ചെടികൾ വളർന്നു നിൽക്കുന്ന, പൂക്കൾ പിടിച്ചു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് സന്തോഷം തോന്നുന്നു കവിയുടെ മനസ്സിൽ. ആ സന്തോഷത്തോടൊപ്പം ദുഃഖവും വരികയാണ്. അതാണ് കവി പറയുന്നത് അല്ലേ. ഇത്രയും സന്തോഷിക്കേണ്ട ഒരു സമയത്ത് കവിയുടെ മനസ്സിലേക്ക് ദുഃഖം കൂടി കടന്നു വരുന്നു. സന്തോഷിക്കാനുള്ള കാരണം ചുറ്റുമുള്ള പ്രകൃതിയാണ്, എന്നാൽ ദുഃഖിക്കാനുള്ള കാരണം മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ കവിതയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, സന്തോഷമുള്ളൊരു കാലാവസ്ഥ, ഒരു സീസണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ മോശമായിട്ടുള്ള പ്രവൃത്തികളെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിനെ സ്ട്രെസ് ചെയ്യാൻ, കോൺട്രാസ്റ്റാണ് നമ്മളവിടെ കാണുന്നത്. പ്രകൃതി മനോഹരമായിട്ടിരിക്കുന്നു, എന്നാൽ മനുഷ്യൻ മോശമായിട്ടിരിക്കുന്നു. ആ ഒരു കോൺട്രാസ്റ്റ്, ആ ഒരു വൈരുദ്ധ്യമാണ് നമുക്കിവിടെ ഈ കവിതയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കവിതയുടെ അർത്ഥം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കവിതയുടെ പോയറ്റിക് ഡിവൈസസും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.